ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നേരം ഇപ്പോൾ ഒരു 7 മണി ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് കുറച്ച് വൈകി എണീറ്റത്. അപ്പോൾ ഞാനിത് ചായ അകത്തുള്ള സ്റ്റൗവിൽ വെച്ചിട്ടോ. പിന്നെ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് അപ്പവും മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ മുട്ട ഇവിടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരടുപ്പത്ത് കുറുക്ക് ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരടുപ്പത്ത് മുട്ടയും പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ മുട്ട പുഴുങ്ങാൻ വെച്ചിരിക്കുന്ന പാത്രം ഇത്തിരി വലുതാണ് കേട്ടോ. കാരണം ഈ 2-3 പാത്രം ഞാനിപ്പോൾ ഈ അടുപ്പത്ത് വെക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അതിലാണ് എല്ലാം ഉണ്ടാക്കുന്നത്. പിന്നെ കറി വെക്കുന്നത് മാത്രം അകത്ത് സ്റ്റൗവിൽ വെക്കും കേട്ടോ, ഗ്യാസ് സ്റ്റൗവിൽ വെക്കും. അപ്പോൾ കുറുക്കൊന്ന് അരിച്ചെടുത്തിട്ട് അകത്തുകൊണ്ട് വെച്ചിട്ടോ. പിന്നെ കുടിക്കാനുള്ള വെള്ളം വെക്കാൻ പോവാണ്. അപ്പോൾ ഈ ഒരു കലം വെള്ളം ചൂടായതിന് ശേഷം വെള്ളം മാറ്റും, വേറെ കലത്തിലോട്ട് മാറ്റിയിട്ട് പിന്നെ അതിൽ തന്നെ അരി ഇടും കേട്ടോ. അപ്പോൾ വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുട്ട വെന്തിട്ടുണ്ട്. അപ്പോൾ മുട്ട എടുത്ത് മാറ്റുവാണ്. അപ്പോൾ തീ കെട്ട് കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും കേട്ടോ കത്തിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആ മുട്ട വേവിച്ച പാത്രം കൊണ്ട് തേച്ച് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് പീലിമുളക് കുളിപ്പിക്കാനുള്ള വെള്ളം വെച്ചിട്ടോ. പിന്നെ കട്ടൻ ചായ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല്ലൊക്കെ തേച്ചൊന്ന് ഞാൻ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചായക്ക് മധുരം തീരെ കുറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും വെള്ളം ചൂടായിട്ടുണ്ട്. അപ്പോൾ അത് വേറെ കലത്തിലേക്ക് മാറ്റുവാണ്. വെള്ളം നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കുടിക്കാൻ വയ്ക്കുന്നത്. ഈ ഒരു കലം വെള്ളം തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചയാകുമ്പോഴേക്കും ഊണൊക്കെ കഴിയുമ്പോഴേക്കും വെള്ളം തീരും. പിന്നെ വൈകുന്നേരം ഒരു കലം കൂടി തിളപ്പിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ചൂടുവെള്ളം മാറ്റിയതിന് ശേഷം അതിലേക്ക് ആ കലത്തിൽ തന്നെ ചോറിനുള്ള വെള്ളം കൂടി വെച്ചു അരി അടുപ്പത്തിട്ടു കേട്ടോ. അപ്പോഴേക്കും അരി തിളച്ച് വന്നു കഴിഞ്ഞപ്പോഴേക്കും അപ്പത്തിൻ്റെ മാവ് എടുത്തുകൊണ്ടൊന്ന് അപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ അപ്പത്തിൻ്റെ മാവ് ഞാൻ ഇന്ന് രാവിലെ അരച്ചതാണ് കേട്ടോ. ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇന്നലെ രാത്രി അരിയുടെ കൂടെ തന്നെ ഈസ്റ്റും പഞ്ചസാരയും കുറച്ച് ചോറും കൂടി ചേർത്ത് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അരി കുതിർക്കാനായിട്ട് വെക്കുന്ന ആ അരിയുടെ കൂടെ തന്നെ ചോറ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഈസ്റ്റും പഞ്ചസാരയും കൂടി ചേർത്ത് അരി കുതിരാനുള്ള വെള്ളം മാത്രം വെക്കും കേട്ടോ. എന്നിട്ട് വെച്ചാൽ മതി. എന്നിട്ട് രാവിലെ ആ വെള്ളവും കൂടി ചേർത്ത് അരിയും ചോറും എല്ലാം കൂടി ചേർന്ന് ആ മിക്സ് അരച്ചെടുത്ത് നമുക്ക് അപ്പം തന്നെ അപ്പം ചുട്ടെടുക്കാവുന്ന കേട്ടോ. അപ്പം നല്ലപോലെ മാവ് പൊങ്ങി ഉണ്ടായിരുന്നു അരച്ചപ്പോൾ തന്നെ. പിന്നെ അരക്കാൻ നേരത്താണ് കേട്ടോ തേങ്ങയും കൂടി ചേർത്തത്. അപ്പോൾ യൂട്യൂബിൽ ഞാൻ കണ്ടത് തേങ്ങയും കൂടി ചേർത്ത് കുതിരാൻ വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെയാണ് കേട്ടോ തേങ്ങ ചേർത്തത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ അപ്പച്ചട്ടിയുടെ ഹാൻഡിൽ പോയിരിക്കുവാണ്. അപ്പോൾ ഞാൻ 2-3 ആദ്യം തന്നെ അപ്പച്ചട്ടിയിൽ എടുത്ത് നോക്കി, പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ ദോശക്കല്ല് വെച്ചിട്ട് അതിൽ ചുട്ടെടുക്കുകയാണ് ചെയ്തത്. പിന്നെ മുട്ടക്കറി സ്റ്റൗവിൽ വെച്ചു. അപ്പോൾ എല്ലാം കഴിഞ്ഞു. പാത്രം കൂടി സൈഡിൽ ഇങ്ങനെ ചാരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എല്ലാം തൂത്ത് കളഞ്ഞ് ഒന്ന് തുടച്ചും കൂടി ഇട്ടിട്ടോ. എന്നിട്ട് ഞങ്ങളിത് എല്ലാവർക്കും ഉള്ളത് വിളമ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കഴിക്കാൻ പോവാം കേട്ടോ. കട്ടൻ കാപ്പിയല്ല, ചായയാണ് കേട്ടോ. ഞാനിപ്പോൾ കാപ്പി മാറ്റി ചായയാക്കി. അപ്പോൾ എല്ലാവരും കൂടി കഴിക്കാൻ പോകണം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ രാവിലത്തെ വിശേഷം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നെ, അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.